സാവേജ് മാമൻ തൂറാൻ പോയി. ഉദ്ദേശിച്ച ആളെയല്ല. കണ്ട തുണ്ട് പോസ്റ്റർ നോക്കി വെള്ളം ഇറക്കിയിരിക്കണം കാമക്കുതിര. ചന്ദ്രൻ TJക്ക് മാത്രല്ല ഗണ്ണ് കൊടുത്തേക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി എടുത്ത് കളഞ്ഞു ചന്ദ്രനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ മിസ്റ്റർ എക്സ്, അവിടെ ഒരു ഡാഡി മാത്രമുണ്ട്, പുള്ളി മാത്രം കൊള്ളാം. ഇത് സൂപ്പർമാന്റെ വണ്ടിയാണോ ഇത്? എടാ ഞാനേ മിസ്റ്റർ എക്സിനെ ഒന്ന് കണ്ടിട്ട് വരാവേ. എടാ ശരിക്കും ഞാൻ മിസ്റ്റർ എക്സിനെ കാണാൻ പോവാ. പറയാതെ പോണു. അതിന് അവർക്ക് എങ്ങനെ അറിയാം അവരെന്തോ നമ്മോട് പറയാൻ പോണു? ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയ ഇടയ്ക്ക്. ഹലോ, സാവേജ് മാമൻ ഉണ്ടോ? സാവേജ് മാമൻ തൂറാൻ പോയി. എപ്പോ വരും? കഴിയുമ്പോ വരും. മറ്റേ കിലുവ മാമൻ ഉണ്ടോ? ദേ പുറകിരിക്കണ ഇതാണോ കിലുവ മാമൻ? ഹലോ, അയ്യോ കൊമ്പനാണോ എടുത്തത്? സാവേജ് മാമൻ എവിടെ മാമ? തോന്നിയിട്ടില്ല, അതിനാല അതെ, ഞങ്ങൾ പോയിട്ട് വരാം. ഉദ്ദേശിച്ച ആളെയല്ല, ഞങ്ങള് TJ മെമ്പേഴ്സ് ആണ്. ഞാൻ സാവേജിനെതിരാ. ആരാ കൊച്ചത്? ശരിക്കും കൊച്ചിറക്കനാണോ? ഇതിനകത്ത് വരൂലേ മനുഷ്യൻ? കുടിക്കാൻ പറ്റൂലേ ഇതിനകത്ത്? എവിടെ പോവാ? കക്കൂസിൽ, എവിടെ? ഗ്യാങ് ഹൗസിനകത്ത്. ഗ്യാങ് ഹൗസോ? ഏത് ഗ്യാങ് ഹൗസ്? TVA. ഒരു കക്കൂസ് ഉണ്ടോ? പിന്നെ കലൂറിയാ ഉണ്ട് 5 അവിടെ സാവേജ് മാമനെ പോയി കാണുക. അവിടെ സാവേജ് മാമൻ എന്താ അവിടെ പോട്ടെ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ TV ആണ്, അവിടെ ചെന്ന് കാണും അവനെ. എന്തോ നേരെ ഫ്രണ്ടിൽ കാണുന്ന പാലത്തിന്റെ അപ്പുറത്ത്. ഫ്രണ്ടിൽ ഒരു പാലം കണ്ടോ? നീ എങ്ങോട്ടാ നോക്കണേ? എടാ നേരെ അങ്ങോട്ട് നോക്കണം, റോഡിലോട്ട്. തൂ അങ്ങോട്ട്. ആ അവിടെ ആ പാലത്തിന്റെ നേരെ ലെഫ്റ്റ് സൈഡില്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ. അയ്യോ മോനെ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു. ഇതിൽ 2 പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായ? അവനെ ഒന്ന് പുറത്തെടുത്തേ. ആ കില്ലോ. അതെ പിന്നെ എവിടെയും കയറി പിടിക്കില്ലേ കിലോ അമ്മമ്മ? അത് അവ വാസു പിടിച്ച് നല്ല. അയ്യേ, ഞാനല്ല, അങ്ങേര് തന്നെയാ. ഇവിടെ ഇവിടെ പോയിട്ട് നോക്ക്. ഓക്കെ. അയ്യോ വണ്ടിയുടെ പോയിട്ട് പോയേ. വണ്ടി കൊണ്ടിരിക്കുന്നു. ഹലോ തമ്പികളാ. ഏയ് ഹലോ. ക്യൂട്ടി ഹായ്. പെണ്ണൊന്നും അല്ലതാണോ അത്? ക്യൂട്ടിയാണ്. ഹലോ ക്യൂട്ടിയാ? ഫ്രണ്ട് നോക്കി പറ. അയ്യേ, ഞാൻ ആ കാറിനകത്തിരിക്കുന്ന ആളുടെ കാര്യമാണ് പറഞ്ഞത്. ആ കണ്ട തുണ്ട് പോസ്റ്റർ നോക്കി വെള്ളം ഇറക്കിയിരിക്കണം കാമക്കുതിര. എന്ത് സാധനമല്ലേ ഇത്? നമുക്ക് കറക്റ്റ് ഒരു മാഫിയാസ് വെക്ക സാധനം. ഹലോ ഹായ് 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 ഹായ്, നമസ്കാരം. നമസ്കാരം കേക്ക്. നമസ്കാരം കേക്ക് സാർ.
നമസ്കാരം നമസ്കാരം മിസ്റ്റർ കിലുവ. കിലോ കിലോ സാബു. കിലുവ കിലുവ സാബു. അതെന്റെ nickname. മാച്ചാണല്ലോ. നിക് നെയിം സാബു. സെക്കൻഡ് നെയിം അല്ലേ? എന്തോ കേട്ടില്ല. സാധാരണ സെക്കൻഡ് നെയിം അല്ലേ ലാസ്റ്റ് ഇടാന്ന് വെച്ചാ? ഇത് പുള്ളിയുടെ പേര് എങ്ങനെയാണ്, കിലോ സാബു. ഓക്കെ. സോ മിസ്റ്റർ വാസു, പറഞ്ഞേക്കെ. കുറെ നാളെ മീറ്റ് ചെയ്യാൻ നോക്കുന്നു, ഇത് കാണാൻ പറ്റുന്നില്ല. ഓ, ഇന്നലെ നമ്മൾ തൊട്ടടുത്ത് എത്തിയിട്ട് നമ്മൾ അകന്നു പോയി കളഞ്ഞല്ലേ. അതെ അതെ അതെ, എന്തോ അദൃശ്യ ശക്തികൾ നമ്മൾ അടുപ്പിക്കാത്ത പോലെ തോന്നുന്നു. അടുപ്പിക്കാത്തത് പോലെ. അതെ അതെ അതെ, അതങ്ങനെയാണ്. ഓറ മാച്ച് ആകത്തോണ്ടാ. അതുകൊണ്ടായിരിക്കും മൈറ്റ് ബി. അതെ 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 അതെ, പറഞ്ഞോ കേക്കേ. നമ്മള് കാര്യം ഏൽപ്പിച്ചതിന്റെ ഒരു അപ്ഡേറ്റ് പിന്നെ വന്നില്ല, 2 ആഴ്ചയായി. കിലോ സാബു, அது കുറേ പേര് வந்து கன்னு ചോദിக்கிறாங்க. பட் இன்னும் കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോனோம்னா அவனோட பேர் தான் வருது, அந்த ஒசாமா பேர் தான் வருது. அதுதான் பிரச்சனை. எல்லா இடத்தும் ஒசாம நேம் தான் வருது. ஆனா நமக்கு அது பிடிக்க முடியலன்னா ரொம்ப கஷ்டம் தானே. ஒரு நீங்க கேவியோட ஒரு வாட்டி ட்ரை ചെയ്തല്ല, നമ്മളോட ഒരു വാട്ടി ട്രൈ ചെയ്ത് നോക്ക്, പിടിച്ചു തരാം. എടാ ഫണ്ട് എത്രയാണെന്ന് റൈഡ് പോവാം, അപ്ഡേറ്റ് ചെയ്യണം. പോയിട്ട്. അതെ, இல்ல லைக் அப்போ நமக்கு அங்க வந்த ஆள் இருந்தது, மீன்ஸ் മനസ്സിലായി. ഷാഡോ இருந்தாரான. ഇപ്പൊ ഇല്ല. മനസ്സിലായി. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ക്ലബ്ബ്, ഐ തിങ്ക് ഒരു ക്ലബ്ബ് നമ്മളിപ്പോ ഓപ്ഷൻ വെച്ച് കൊടുത്തില്ലേ, അവരെ പോയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പൊ ഒസാമ. നിങ്ങളൊന്ന് ഒസാമയുടെ ഒരു 25 ഗൺസോടെ നമ്മൾ പോലീസിൽ പിടിപ്പിച്ചായിരുന്നു. ക്ലബിന്റെ ഹെൽപ്പോടെ. ഓക്കെ, അപ്പൊ ഒസാമ അവിടെ പോയി ഭീഷണിപ്പെടുത്തണ, നീയൊക്കെ എന്റെ കച്ചവടം പൂട്ടിട്ട് നീയൊക്കെ കച്ചവടം തുറക്കട കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഒസാമ തീർത്ത പ്രശ്നം തീരുവോ? ഒസാമയുടെ തോക്ക് തീർക്കണം. എനിക്കൊരു ഇതുണ്ട്, ഒസാമയുടെ ബ്രദേഴ്സ് തൂക്കണ മേബി இன்னும் ഈസി ആയിട്ട് ഉണ്ടാകും. മനസ്സിലായ? ஏன்னா அவனோட வீட்டில் என்டர் ஆகும்போது அவனோட பிரதர்ஸ் ஃபோட்டோஸ் தான் ஃபுல்லாக வச்சுருக்காங்க. ஸோ அப்போ அவனோட பிரதர்ஸை தூக்குனா அவன் எமோஷ்னலாக குறைச்சி டேமேஜ் ஆக சான்சஸ் ഉണ്ട്. അവൻ്റെ സംസാരിക്കും പോത് അവൻ ഒരു എമോഷണൽ ഫീലിങ്സോ കാണിக்கிறதில்ல, ഒരു മോഷനെ കാണിக்கிறதில்ல, ഒന്നും കാണിച്ചിട്ടില്ല. റൈറ്റ്? മേ ബി ഇഫ് വി ടേക്ക് ഡൗൺ ഹിസ് ബ്രദേഴ്സ് അപ്പോൾ നോക്കാം. പക്ഷെ കാര്യം ഉണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് ഈസ് നോട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ടു എനിവൺ, ഐ തിങ്ക്. അതെ. പറ്റിയാണ് ഞാൻ തോക്ക് അടിച്ചു വളർത്തിയപ്പോൾ ഇമോഷൻ കാണും, അല്ലാണ്ട് ഒരു ഇമോഷൻ എനിക്ക് തോന്നുന്നില്ല. കില്ലി പാപ്പം அப்பதான் அழுதா இல்லையான்னு தெரியும். ஆமா, அது ஒரு சரிடா. കിള്ളി പാக்கிறதுக்கு കിടക്കണമല്ലേ മുതല്ല, കിടക്കില്ലല്ലേ, അതാ പ്രശ്നം. അതാണ് മെയിൻ പ്രോബ്ലം. ഇതാണ് മെയിൻ പ്രോബ്ലം. സരക്കണ്ണ തന്നെ. പിന്നെ ഞങ്ങൾ വേറെ കുറെ വഴി അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കമ്മിങ്സ് ആൻഡ് എൻഡ്സ് വിത്ത് TV. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതായത് കഴിഞ്ഞ ദിവസം ലൈക്ക് ഒരു 1 month ബാക്ക്, ഓക്കെ, നമ്മുടെ ഒരു മെമ്പർ ഇതുപോലെ ഇവിടെ നിൽക്കുകയായിരുന്നു ഓഷ്യൻ ഹൈവേ ഗാരേജിൽ. ഓക്കെ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ കണ്ണാപ്പി അല്ലേ, ഒരു മുഖത്ത് ചായ പൂശിയാള്. ഓക്കെ, കണ്ണാപ്പി ഇവനെയും സം ഓഫ് ഹിസ് ഫ്രണ്ട്സിനെയും വണ്ടി കയറ്റിയിട്ട് പോവാണ്. അപ്പോൾ ചുമ്മാ ചോദിച്ചു, ലൈക്ക് ബിക്കോസ് ലൈക്ക് അവർ നമ്മുടെ സ്ലീപ്പേഴ്സ് എല്ലാം അവർ ചുമ്മാ ചോദിച്ചു, ചേട്ടാ തോക്ക് കിട്ടാണ്ടെന്ന് ചോദിച്ചു. സോ ദ റിപ്ലൈ വാസ് ലൈക്ക്, തോക്കുണ്ട് ബ്രോ, തരാൻ പറ്റില്ല, മിസ്റ്റേക്സ് വഴക്ക് പറയുന്നു. ആര് പറഞ്ഞു? കണ്ണാപ്പിയോ? What? Out of blue? ഇത് കണ്ണാപ്പി തന്നെയാണോ? രണ്ടുപേരുടെ മുഖത്ത് പെയിന്റ് ഉണ്ട്. അല്ല, നമുക്ക് മുഖത്ത് പെയിന്റ് ഉള്ള ആളാണ് നമുക്ക് അറിയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേരുടെ മുഖത്ത് പെയിന്റ് ഉണ്ട്. ഒരാളുടെ പച്ചമുടിയാണോ? അല്ല, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. സോ അത് ഫേസ് ബേസിക്കലി പറഞ്ഞത് മുഖത്ത് മാസ്ക്, ഐ മീൻ വൈറ്റ് പെയിന്റ് അടിച്ച ആള് കണ്ണാപ്പിയോ അല്ലെ SRK ആണത്? അതെ, സമ്മൺ. ഞാൻ മീറ്റിംഗിലെ കണ്ണാപ്പിനെ വിളിക്കാം കേട്ടോ. കണ്ണാപ്പി ഞാൻ മീറ്റിംഗിലെ പിന്നെ വിളിക്കാം. ഇത് കണ്ണാപ്പിയാണോ വിളിച്ചത് ഇപ്പോ? അല്ലല്ല, നമ്മുടെ സ്റ്റാഫാ.
ഓക്കെ ഓക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ ഓരോ So, കണ്ണാപ്പി വെച്ച്. അതെ. അപ്പൊ അപ്പോ അത് അത് വന്ന് അവസാനിച്ചത് അങ്ങനെയാണ്. അതെന്താണ് എവിടെ അവരങ്ങനെ തപ്പിപ്പോയത്? പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും. അതിന് ലൈക്ക് റീസൺ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ജോക്കിയുടെ മുഖത്തോണ്ടല്ലേ പെയിന്റ്. നമ്മളെ വിളിച്ചു. എന്തോ കേട്ടില്ല. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഗണ്ണ് തരുമെന്ന് വെച്ചാൽ നമ്മളെ ഗണ്ണ് കിട്ടാൻ വെച്ചിട്ട് വിളിച്ചു. ആരാണ്? ഓക്കെ, കുറച്ച് സിറ്റിസൺസ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ചോദിക്കുകയാണ്, കുറച്ച് ഗണ്ണ് തരുമോ, നമുക്ക് ഉള്ളിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ മുതുക്കിയെന്ന് കേട്ടതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് ആൾക്കാർ ഡിപ്ലോയ് ചെയ്തത്. ഈ മുതുക്കിൽ ഇതൊക്കെ ഏത് മണ്ടന്മാരാണ് നിങ്ങളെ പറ്റി പറയണതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ സ്ട്രിക്റ്റ് നിങ്ങൾ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുള്ളതല്ലേ ഈ മിസ്റ്റർ എക്സിനെ പറ്റി ആരുടെത്തും പറയരുതെന്ന്. ഇവന്മാരിതൊന്നും ഓർക്കാതെ, ഒട്ടും ഓർക്കാതെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതില് മണ്ടന്റെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞു. ആരാണ്? ഈ മൗത്ത് വെള്ള പൂശിയെ. ആ അതെ 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 ശരിയാണ്. സാർക്കല്ല കണ്ണാപ്പി. கண்ணாப்பி இருக்க டவுட் இல்ல, எனக்கு தெரிஞ்ச கண்ணாப்பி இருக்காது. SRK மேல டவுட் இல்ல. പിന്നെ വാസുവിനെ either ചന്ദ്രൻ പറഞ്ഞ് പറ്റിച്ചായിരിക്കും, ഐ ഡോണ്ട് നോ. ചന്ദ്രൻ TJക്ക് മാത്രമല്ല ഗണ്ണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ബെൽ സലീം ഓർ സമ്മൺ ലൈക്ക് ദാറ്റ് ഒരാളെ വെച്ചിട്ട് സിറ്റിസൺസിന് ഗണ്ണ് കൊടുത്തിട്ടുണ്ട്. കാര്യം ആ ഈ ഡീലർ ഇൻ ബിറ്റ്വീൻ ചന്ദ്രനും ആ സിറ്റിസണിടക്കുള്ള ഡീലറിന്റെ വായിൽ നിന്ന് വന്നാണ്. ഞാൻ TVയിലാണ് ഗണ്ണ് മറിച്ച് തരുന്നത്, ആരും പറയരുത് എന്നുള്ളത്. ഞങ്ങൾ ചന്ദ്രനെ കോ ലീഡർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു. അതുപോലെ സിറ്റിയിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് പുറത്തു നോക്കി. കാരണം മിസ്റ്റർ എക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾക്ക് വലുത്. ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തവനെ ഞാൻ ഇനി വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞങ്ങൾ ഓൾറെഡി എടുത്ത് കളഞ്ഞു ചന്ദ്രനെ. അല്ല, ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ഇല്ല, നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് മിസ്റ്റർ എക്സ് ആയിട്ട് അത്രയ്ക്കും ഒരു ഞങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ. നമുക്ക് നിങ്ങളുടെ ആ ഒരു ഡീലിങ്സും നമ്മുടെ ഇത് വേണം. നമ്മുടെ ഫാമിലി നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്ലൈസും നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. അതിന് തടയിടുന്ന ആരാണെങ്കിലും നമ്മളെടുത്ത് കളയും. ആക്ച്വലി ഒരു പണിഷ്മെന്റ് അല്ല കാര്യം, ഇപ്പൊ ബാക്കിയുള്ളവരെ നിർത്തും. അതെ 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 അതെ, ഒന്ന് പേടിക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പേടിക്കട്ടെ. അതെ അതെ പേടിക്കട്ടെ. പക്ഷെ നമുക്ക് ബാക്കിയുള്ളവരും പേടിപ്പിക്കണല്ലോ, ഈ ബാക്കി ചെയ്യുന്ന ആൾക്കാരെയും പേടിപ്പിക്കണ്ടേ, നോട്ട് ഫ്രം TVയെ ഇല്ലാത്ത ആൾക്കാരെ. അതെ അതെ, അവരെയും പേടിപ്പിക്കണം. അവരെയും പേടിപ്പിക്കാതെ നടക്കില്ല. എന്റെ കറണ്ട് പോയി കേട്ടാ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം നമുക്ക്. അതിന് മുന്നേ ഈസി ലൈക്ക് എന്തെങ്കിലും ഓപ്ഷൻ ടു ക്യാച്ച് ഹിം. ഒസാമയോ? ഞങ്ങളെ ഒസാമെ പൊക്കിക്കൊണ്ട് തന്നാ മതിയോ, അതോ നിങ്ങൾക്ക് വേണ്ടുന്നത് വിത്ത് ഡീലിംഗ്, അതായത് അവര് ഡീൽ ചെയ്യുന്ന തെളിവോ അങ്ങനെ വല്ലോ ആണോ വേണ്ടുന്നത്? എന്താ വേണ്ടത്? ഒരു തെളിവും മിനിമം 20-25 ഗൺസും ഒസാമ. മിനിമം 20-25 ഗൺസും ഒസാമയും. അപ്പോഴാണ് കൈയും കളവെന്ന് പറയാൻ പറ്റും. പ്ലാൻ ചെയ്തിട്ട് അവനെ പിടിക്കാം. സൂപ്പർ സി ലൈക്ക് ഇപ്പം സിറ്റിയില് മിസ് മിയ ഖലീഫ അറിയോ? മിലിറ്ററി ഓഫീസറാണേ. മിലിറ്ററി ഓഫീസർ. ഓക്കെ, പറ്റിയിരിക്കില്ല. മിലിറ്ററി ഓഫീസർ പുള്ളിക്കാരിയും നമ്മളിപ്പോൾ നല്ല കോണ്ടാക്റ്റിലാണ്. സോ എനി ടൈം ഐദർ ഫ്രം PDR ആർമി നമുക്ക് സപ്പോർട്ട് കിട്ടും. പക്ഷെ എന്നെ എന്താ ബാക്ക് ഓഫ് എന്ന് വെച്ചാൽ ഇത് കറങ്ങിത്തിരിഞ്ഞ അവസാനം നമ്മുടെ പേരിലാണ് നിൽക്കുന്നത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇല്ലില്ല, സിറ്റിയിൽ ഒരുത്തം പോലും അറിയാതെ ഒരു പൂ പറിക്കുന്ന ലാഭത്തിൽ ഒസാമയെ ഞാൻ ഇവിടെ കൊണ്ടുതരാം. പക്ഷേ ഒസാമയെ കൊണ്ടു തന്നാലും അവൻ ഒന്നും സമ്മതിക്കാൻ പോകണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു ഡീൽ നടക്കുമ്പോൾ പിടിക്കാൻ പറഞ്ഞതുകൊണ്ടാ. അല്ലല്ല, അതാ ഒരു ഡീൽ. எனக்கு ஒரு ஐடியா தோணி, நம்ம ஒரு people change, it's okay. இப்போ வேண்டாம், அது நான் ஒரு டீல் போட்டுட்டு പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കിട്ടണം. അത് അവനെ കിട്ടാൻ നോക്കാം. അത് ഞങ്ങൾ റെഡിയാക്കി തരാം. അത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ അത് ചെയ്തു തരാം ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ,
ഇതായിരുന്നു മെയിൻ കാര്യം. ഇതാണ് മെയിൻ കൺസേൺ. അതെ ഇത് ഞാൻ പിന്നെ ഗോഡ് ഫാദർ പറഞ്ഞിട്ടാണ് ഗോഡ് ഫാദർ അന്വേഷിച്ചത്. ഗോഡ് ഫാദർ വന്നിട്ടില്ല. ഗോഡ് ഫാദർ ഇന്ന് ചെറിയൊരു ഇതിന് പോയേക്ക. ഗോഡ് ഫാദർ ഒരു 3-4 ദിവസം അടുപ്പിച്ചിവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അന്നല്ല ഓരോ പരിപാടികളുണ്ടായിരുന്നു, അതാണ് പ്രശ്നം. ബിസി ആണല്ലേ? അതെ 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 അതെ. ഈ മാസ്ക് നടക്കണ്ടോ കണ്ട? ഇവിടെ പുതിയ വൈറസ് ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. എനിക്ക് പിന്നെ പണ്ടേ ഒരു ഇമ്മ്യൂണിറ്റി കൂടുതലായോണ്ട് എനിക്ക് അങ്ങനെ വരാറില്ല. ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു കൊത്തിക്കൊണ്ട് പോകണ ഇമ്മ്യൂണിറ്റി ചോദിക്കൊന്നുമില്ല. മിലിറ്ററി വന്ന് വണ്ടി ചവിട്ടുന്നു, ഉള്ളി കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്ത് വൈറസാ? വൈറസ് മാസ്ക് ഇല്ലാത്ത ആൾക്കാര് കൊണ്ടുപോകും. മിലിറ്ററി വണ്ടി ചവിട്ടുന്നു, പിടിച്ച് ഉള്ളി കയറ്റുന്നു. നിങ്ങളിത് വെച്ച കോച്ച് ഓൾറെഡി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞത് പോലും ഇല്ല. അത്രേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ട് വെക്കാം. അതെ നമുക്ക് ഇനി ഡീൽ സംസാരിക്കാൻ പിന്നെ ആൾക്കാർ വേണ്ട. അതെ 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 ഉറപ്പായിട്ടും കള്ളൻ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ കേക്ക്? ഇല്ല, മെയിൻ ആയിട്ട് മെയിൻ തിങ് ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൺ ഷോപ്പ് തരണമെങ്കിൽ ഞാൻ തരും. നിങ്ങൾ പക്ഷെ തോക്ക് വെച്ച് ആട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ഈച്ചേനെ. അത് നമ്മൾ ഡീൽ ചെയ്ത് തരാം. ഇത് ഈ ഒസാമെ വിളിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ 2 ദിവസത്തിനകത്ത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. താങ്ക് യു. ലൈക് മാസ്റ്റർ പ്ലാന് മിസ്റ്റർ കിലുവ മിടുക്കാന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ അങ്ങനെ കേട്ടോ. അതാണ് പിന്നെ ഫുള്ള് ഏൽപ്പിച്ചേക്കും. ലാസ്റ്റ് മീറ്റിങ്ങിന് വാസു ലൈക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് ഒരു വാക്ക് ഓർമ്മ ഉണ്ടല്ലോ. മനസ്സിലായി. അയ്യോ ഞാൻ അത് വിട്ടുപോയതല്ല. ഞങ്ങള് ഉറപ്പായിട്ടും ഈ വട്ടം നമ്മള് അല്ല സാബു 2 ദിവസത്തിനകത്ത് സെറ്റാക്കിടാം. ഓക്കെ അതെ, നമ്മൾ 2 ദിവസത്തിനകത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കും. ഓക്കെ. വിളിക്കണം കേട്ടോ. എന്തോ കേട്ടില്ല. ചന്ദ്രൻ അല്ല കല്യാണത്തിന് വിളിക്കാല്ലോ. എന്നാലും കൂടെ പുറപ്പല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ മിസ്റ്റർ എക്സ്. പറഞ്ഞോളൂ. ആ കല്യാണം മുടങ്ങി. ഞങ്ങളൊരു കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണല്ലോ. അപ്പം നമ്മള് പെണ്ണാലോചിച്ചിരുന്നതും അതുപോലെ ഒരു നല്ല കുടുംബമായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ കച്ചറകള്, വെറും കച്ചറ. നമ്മൾക്ക് ബന്ധം കൂടാൻ പറ്റിയ ആൾക്കാരേ അല്ല, അതേപോലത്തെ ബാഡ് പീപ്പിൾസ്. അവിടെ ഒരു ഡാഡി മാത്രമുണ്ട്, പുള്ളി മാത്രം കൊള്ളാം. ബാക്കി എല്ലാവരും ഭയങ്കര ശോകമായിരുന്നു. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. അലീനല്ല, അലീന ഒക്കെയാണ്. അലീനയുടെ കാര്യം ഒക്കെയാണ്. ഞാൻ പറഞ്ഞ അലീനയുടെ കാര്യമല്ല, ഈ ഫാമിലിയും അതെല്ലാവരോടും അങ്ങോട്ടും മാച്ച് ആയി പോകണില്ല. ലൈക്ക് സൂര്യബോസും ഫാമിലി ഒത്തുപോയിരിക്കും അല്ലേ? അത് ശരിയാ. കൂതറുകൾ ഒരുമിച്ച് അതൊക്കെ സെറ്റായി പോക്കോളും. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വൺ മിസ് എലി. അറിയോ എലി? അതൊക്കെ ആ കുടുംബത്തിലുള്ളതാ. വർത്താനം കേട്ട് കഴിഞ്ഞാൽ ചന്ത വർത്താനം, നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂല നമുക്ക്. അതുപോലത്തെ ഓഫീസിൽ വന്ന സോഫ ചവിട്ടിയാണ്. ഞാൻ പറഞ്ഞു സോഫ എന്തോ കേട്ടില്ല. ഓഫീസിൽ എലി വന്നിട്ട് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ലൈക്ക് വേ ബാക്ക്. അപ്പോ സോഫയുടെ മുകളിലൊക്കെ നടന്നപ്പോ ഞാൻ പറഞ്ഞു സോഫയുടെ ഷൂ ഹീൽ കൊണ്ടിട്ട് സോഫ കയറി ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല, പണിങ്ങിപ്പോയി. പുള്ളിക്കാരി എന്തോ വലിയ മാസാണെന്നാണ് വിചാരം. ഒരു സ്കൂള് ഒരു ആകെ സൂര്യബോസും മറ്റേ അവൻ സൂര്യബോസിന്റെ ലവർ ഒരു പെങ്കൊച്ചുണ്ട്. ഇവർ 2 പേരുമാണ് ആ സ്കൂളിൽ. പിന്നെ അവരെ പഠിപ്പിക്കുക 5 ടീച്ചർമാര്. അവളുടെ വിചാരം ഇന്റർനാഷണൽ സ്കൂളാണ് നടത്തുന്നതെന്ന്. ഇത് നമ്മൾ ഓൾറെഡി അത് കേജിന്റെ അടുത്ത് പ്ലാൻ ചെയ്തതാണ്. അതെ 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 അതെ. പിന്നെ നമുക്കൊരു സ്കൂൾ, പിന്നെ ആ സ്കൂള് വെറും ഒരു ബിൽഡിംഗ് മാത്രമാവും. അവള് വല്ല ഗോഡൌൺ ഒക്കെ ആക്കും. നമ്മള് സ്കൂൾ നടത്തി എത്ര പേര് വരുമെന്ന് അറിയാമോ?
ഇതാണ് നമുക്ക് സ്കൂൾ തുടങ്ങണം. അത് ശരിയാവില്ല. ഇത് പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഒരു 5-10 പിള്ളേർ വന്നു. ലൈക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവര് ഗോഡ് ഫാദർ തപ്പി വന്നത്. ഗോഡ് ഫാദർ ആയ ആള് വേണം, ഞങ്ങൾക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് 5-10 പിള്ളേരുണ്ടായിരുന്നു. ആണോ? വൺ മിസ്റ്റർ ഇക്രുമോൻ, തപ്പുടു, വാവ, സൂര്യ, അങ്ങനെ 5-10 ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ കൂടെ ചേർന്ന് ഒരു ബാർ തുടങ്ങണ കാര്യമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന കാര്യം. ബാർ അതെ. അത് നമ്മുടെ ഞാൻ ക്ലബിനോട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കേജുമായിട്ട് ഞങ്ങള് അടിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഒരു സ്പോട്ട് ആയനെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്ത് വിട്ടിരുന്നതാണ്. അടിച്ചടിച്ച് ബീച്ച് ബാർ ആയിരുന്നപ്പോ സൂപ്പർ ആയിരിക്കും. എന്തായാലും ഞങ്ങളിത് ഡീൽ ചെയ്ത് സെറ്റാക്കി തരാം. ഞങ്ങൾക്ക് ഒരു 2 ദിവസം സമയം വേണം. ഞങ്ങളിത് ഡീൽ ചെയ്ത് തരാം. ഓക്കെ, ഞങ്ങൾ എന്തായാലും ഇതിന് സീരിയസ് ആയിട്ട് നിൽക്കാൻ വേണം. 2 days.